പറഞ്ഞു വന്നത് പതിരില്ലാത്തൊരു സത്യ, എന്റെ ജ്ഞാനദൃഷ്ടിയിൽ പതിഞ്ഞൊരു സത്യം. ഈ നിൽക്കുന്ന 5 പെൺകുട്ടികളിലും രക്തദാഹിയായ രുക്കുവിന്റെ ദൃഷ്ടിദോഷം പതിഞ്ഞിട്ടുണ്ട്. ഇതിന് വസ്ത്രവിവസ്ത്ര പൂജ മാത്രമേ പരിഹാരമായിട്ട് നാം കാണുന്നുള്ളൂ. എന്ന് വെച്ചാ പുരാണങ്ങളൊന്നും വായിച്ചിട്ടില്ല അല്ലേ? ഇല്ല, വായിച്ചിട്ടും കാര്യമില്ല. ഇതൊന്നും അതിലില്ല. ഭട്ടതിരി തുടരുക. ഉദയത്തിന് മുമ്പ് ഉണരണം. മുട്ടോളമുള്ള മുലക്കച്ച കെട്ടി കുളത്തിൽ 3 പ്രാവശ്യം മുങ്ങിപ്പൊങ്ങി ഹോമാഗ്നിക്ക് മുമ്പിലെത്തണം. അയ്യേ, എനിക്ക് വയ്യതിനൊന്നും. ഞാനില്ല ഈ വൽഗർ ഏർപ്പാടിന്, ഞങ്ങളില്ല ഈ ചീപ്പ് പ്രോഗ്രാമിന്. കേട്ടിട്ട് എന്നെ ബോറടിക്കുന്നു. ഞങ്ങൾ നിക്കണോ പോണോ? തിരുമേനി വേണോ ഒറ്റയ്ക്ക് പോക്കോ, പൂജ കഴിയാതെ ഞങ്ങളില്ല. ഞാൻ ഒട്ടുമില്ല. പിള്ളേരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണ്ടോ? മക്കളെ, നിങ്ങൾ അന്യനാട്ടില് ജനിച്ചു വളർന്നവരാ. ഇത്തരം കാര്യങ്ങളിലൊന്നും വിശ്വാസം ഇല്ലായിരിക്കാം. പക്ഷേ മന്ത്രവാദി പറയുന്ന അനുസരിക്കുക, അത് നിങ്ങളുടെ രക്ഷയ്ക്ക. അല്ല, താല്പര്യം വിട്ടേക്ക്. പക്ഷേ ഇതിന്റെ ഭാവി ഭവിഷ്യത്ത് അപ്പാപ്പൻ അനുഭവിക്കേണ്ടി വരും. വരിക, നിക്കുക. നിക്കാൻ പറഞ്ഞു, ഇനി പോകാൻ ബലം പിടിക്കല്ലേ. ഉറങ്ങിക്കിടന്നവനെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് പൂജയില്ലാന്ന് പറയരുത്. ഭട്ടതിരി ക്ഷമിക്കുക. എന്തിന്? കുട്ടികൾക്ക് ഇതൊന്നും ശീലമില്ലാത്ത കാര്യങ്ങളാ. എന്ത് കുളിക്കുന്നതാ? കുളത്തിൽ കുളിക്കുന്നതും മുലക്കച്ച കെട്ടുന്നതും ഒക്കെ. അണ്ടർസ്റ്റാൻഡ്? ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് ശീലിക്കുന്നത്. രുക്കു നിസ്സാരക്കാരിയല്ല. ഇവരിൽ പലരെയും അവള് കണ്ണു വെച്ചിട്ടുണ്ട്. യു അണ്ടർസ്റ്റാൻഡ്? ഇന്നലെ രാത്രി എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്ത്? ചന്ദനയുടെ മുറിയുടെ മുമ്പിൽ ആജാനുബാഹുവായ ഒരു രൂപത്തെ. അതുകൊണ്ട് അങ്ങോട്ട് സമ്മതിക്കുക. ഞങ്ങളില്ല ഈ വേഷം കെട്ടിന്. എനിക്ക് സമ്മതം. ഇവരും ഉണ്ടാവും. വെറുതെ ഒരു വാശിക്ക് ഉണ്ടാവും പറഞ്ഞാ പോരാ, ഉണ്ടാവണം. വിത്ത് കച്ച അവിടെ കാണാം. എണ്ണ. അയ്യോ, അതൊഴിക്കല്ലേ. അത് എണ്ണയല്ല. പിന്നെ പൂജ കഴിഞ്ഞ് 2 അടിക്കാൻ വേണ്ടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ഒരു ധൈര്യത്തിന്. അതിലും മലരും കദളിപ്പഴവും കൂട്ടി അടിക്കണം. ബെസ്റ്റാ. സൂപ്പർ. നീ ആരടാ? രതിച്ചേച്ചിയാ? വേണ്ട വേണ്ട. എന്താ ഇതെന്താ ഘോഷയാത്രയോ? നാരികൾക്ക് മാത്രമുള്ള വസ്ത്രവിവസ്ത്ര പൂജ എന്ന് പറഞ്ഞിട്ട് ഇത് കൊട്ടാരം മുഴുവൻ നീർന്നു വരികയാണോ? ആ നരച്ചു പൊളിച്ച പാപ്പന്റെ മറുക് നോക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യ. ഒള്ളി ലേഡീസ് വഴി തന്നെ എല്ലാരും കൂടെ ഇടിച്ചു കയറിയത് എങ്ങോട്ടാ? മമതാ മായാവതി മന്ത്രം 1000 വട്ടം ഉരുവിട്ട് നടത്തുന്ന ഈ പൂജയിൽ കന്യകമാരായ ഈ പെൺകുട്ടികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന് പറയാൻ പൂജാമുറി എന്താ ലേഡീസ് കമ്പാർട്ട്മെന്റ് ആണോ? ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടോ? പുരുഷന്മാർ പൊങ്കാല ഇടാറുണ്ടോ? ഇല്ല. ഇത് അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. മിണ്ടാതിരി. അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങിയത് വെറുതെ ആയി. കുളിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാ. അണ്ടർസ്റ്റാൻഡ്? എന്റെ അണ്ടർസ്റ്റാൻഡ് എടുത്ത് നിന്നോട് ഉപയോഗിക്കാൻ ആരാടാ പറഞ്ഞത്? മേലാൽ ഇത് ആവർത്തിക്കരുത്. അണ്ടർസ്റ്റാൻഡ്? എന്റെ അപ്പാപ്പ കുളിച്ചോന്ന് കരുതി കുണ്ടിതപ്പെടേണ്ട. രാവിലെ തന്നെ പൂജാമുറി കയറി ഈ മന്ത്രം കൊണ്ട് ചൊല്ലിക്കോളുക. ഹർഷവർഷ വിലാസിനിയും ശാന്ത ലീലായാം നളിനി രമണീയം ചൊല്ലിക്കോളുക. അങ്ങോട്ട് പോയി ചൊല്ലിക്കോളുക. എല്ലാരും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇതൊക്കെ തന്നെ 3ാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചർമാരുടെ പേരല്ലേ? നടന്നോളുക. നിന്നോളുക. എന്തിന്? എല്ലാരും കൂടെ ഒരുമിച്ച് അകത്തേക്ക് വന്നാൽ എങ്ങനെയാ? എന്താ കുഴപ്പം? കാണുക. അതുകൊണ്ട് ഹോമാഗ്നിക്ക് തിരി കൊളുത്തിയ ശേഷം ഓരോരുത്തരായിട്ട് അകത്തേക്ക് വരിക. വന്നോളുക. ഇങ്ങനെ നനഞ്ഞിരുന്നാൽ ജലദോഷം വരില്ലേ? ജലദോഷം മരുന്ന് കഴിച്ചാൽ മാറും. ഇവനെ കൊണ്ടുണ്ടാവുന്ന പേരുദോഷം മാറില്ല. ജലദോഷം വരും. നീയൊക്കെ അധിക നേരം അവരുടെ അടുത്ത് നിന്നില്ലേ അവരുടെ കുളി തെറ്റും. അതെ, അവളുടെ മറുക് കണ്ടുപിടിച്ച് അവള് മാളുവാണെന്ന് തെളിയിച്ച് നമ്മുടെ കൂടെ അവിടെ കറങ്ങി നടന്ന് എന്നോട് പ്രേമം അഭിനയിച്ച് എന്നെ പറ്റിച്ച് അവിടെ മുങ്ങി ഇവിടെ പൊങ്ങി ഇപ്പോൾ ഇവിടുത്തെ തമ്പുരാക്കന്മാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കി അവളുടെ വികൃതമായ മുഖമൂടി വലിച്ചു കീറി അതിനകത്തിരിക്കുന്ന യഥാർത്ഥ മാളുവിനെ പുറത്തു കൊണ്ടുവന്ന് അവളുടെ കഴുത്തിലൊരു താലി കെട്ടി 5-8 പിള്ളേരുമായിട്ട് സുഖമായിട്ട് ജീവിച്ചില്ലെങ്കിൽ എന്റെ പേരെന്റെ പട്ടിക്കിട്ടോടാ. കൊടുത്തടാ കുണ്ടം. നീയാണോ പടക്കം വെച്ചത്? അല്ല. നീ വേണ്ട വേണ്ട, കൂടുതൽ ബട്ടറിങ്ങൊന്നും വേണ്ട. ഓക്കെ, ഞാനത് വിശ്വസിക്കില്ല. വേണ്ട, വിശ്വസിക്കില്ലെന്ന് പറഞ്ഞില്ലേ? അതവിടെ നിൽക്കട്ടെ. നീ ഇപ്പോ എവിടെയാ? ഞാനിപ്പോ ചന്ദനയുടെ പഴയ കൊട്ടാരത്തിലാ. ഞാൻ ഇവിടേക്കൊന്ന് ചുറ്റിക്കാണാൻ ഇറങ്ങിയതാ.
ഏയ്. അവൻ നിന്നെ തേടി വരുമോ അതാ നീ അവനെ തേടി പോവോ? ഏതാ നടക്കാൻ പോകുന്നത്? ആരാ നിങ്ങൾ? ഞാൻ അരുക്കോ കാണണം നിനക്ക് എന്റെ യഥാർത്ഥ രൂപം. മാന്ത്രികോ ഓ കല്യാണത്തിന് ഇനി 10-15 ദിവസമല്ലേ ഉള്ളൂ. അതിനു മുമ്പ് രുക്കുവിനെ ബന്ധിക്കോ? ഓടിച്ചെന്ന് പിടിച്ചു കെട്ടാൻ ഇത് കെട്ടഴിഞ്ഞു പോയ പശുവൊന്നും അല്ലല്ലോ. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള നേരവും കാലമൊക്കെ ഉണ്ട്. വലിയ വലിയ മന്ത്രങ്ങളൊക്കെ കാണുമല്ലോ. എടുത്തങ്ങ് കാച്ചിക്കൂടും. കാച്ചാം പക്ഷെ അവളൊന്ന് നിന്ന് തരണ്ടേ. കെട്ടഴിഞ്ഞ പട്ടം പോലെ പറന്നങ്ങോട്ട് നടക്കല്ലേ. അതുള്ളതാ. ഈ കല്യാണത്തിന് ഇനി എത്ര ദിവസം കൂടി ഉണ്ടെന്നാ പറഞ്ഞു? 16 ദിവസം. പറ്റിയ നമുക്ക് 2 ചടങ്ങും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് നടത്താം. മാന്ത്രിയാണ് ഉദ്ദേശിച്ചത് എന്റെ 16 അടിയന്തരാണോ? അല്ലടോ, കല്യാണവും യക്ഷിയുടെ ബന്ധനവും. ചന്ദന കുഞ്ഞിനെ കെട്ടാൻ പോണ ആളാ ഗിരിധർ. നമസ്കാരം കുഞ്ഞെ. മന്ദിരത്തിൽ ദുരാത്മാവിനെ ഒഴിപ്പിക്കാനെത്തിയ മന്ത്രവാദിയാ. ആള് കേമനാ. താൻ ഈ പെട്ടിയെടുത്താ ചോദിക്കോ? ഓ നീ എന്താ ഇവിടെ? അതേ ചോദ്യം തന്നെ എനിക്കുള്ളത്. നീ എന്താ ഇവിടെ? ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ ചന്ദന. നിന്നേക്കാ മുമ്പ് ഞാൻ വിവാഹം കഴിക്കാറുന്ന പെൺകുട്ടിയാ അവള്, മാളു. മനസ്സിലായി നിന്റെ ലക്ഷ്യം. തട്ടിപ്പ് തന്നെ അല്ലേ? വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കൊല്ലാൻ ഗുണ്ടകളയച്ചതിന്റെ പിന്നിലെ ലക്ഷ്യവും തട്ടിപ്പിന്റെ ഭാഗം തന്നെയല്ലേ? ഹായ് ചന്ദന. ഇതാരാ വന്നേക്കണത്? Come on. ഓടി വാ. Give me a high five. ഗിരി. Okay? പേടി മാറാൻ ഒരു ഫുള്ള് മേടിച്ചത്. ഇത് തികയുമെന്നാ ഇപ്പൊ എന്റെ പേടി. ചില സമയത്ത് ഈ മന്ത്രത്തിൽ നിന്നും പൂജ എന്നൊക്കെ കിട്ടാത്തൊരു ധൈര്യം. ഇത് 2 അടിക്കുമ്പോ ഏച്ചിയല്ല എന്ത് പിണ്ണാക്കി വേണമെങ്കിലും വരട്ടെ. പിന്നല്ലാതെ.